നമസ്കാരം. ശ്രീ ONV കുറുപ്പ് എഴുതിയ അമ്മ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ചൊല്ലുന്നത്. അമ്മ. 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാർ 9 ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്കു കല്ലിനേക്കാൾ ഉറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. ചെത്തിയ കല്ലിൻ്റെ ചേലു കണ്ടാൽ ചെത്തിപ്പടുക്കും പടുത കണ്ടാൽ അക്കൈവിരുത് പുകഴ്ത്തുമാരും. അപ്പുകൾ ഏതിനും മീതയല്ലോ. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി ഒത്തു 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. കല്ലിനും മീതയായി നൃത്തമാടി കല്ലുളി കൂടങ്ങൾ താളമിട്ടു. ചെത്തിയ കല്ലുകൾ ചാന്തു തേച്ചു ചേർത്തു പടുക്കും പടുതയെന്തേ ഇക്കുറി വല്ലായ്മയാർന്നു പോയി ഭിത്തിയുറയ്ക്കുന്നീലൊന്നുകൊണ്ടും. ചെത്തിയ കല്ലുകൾ ചാന്തു തേച്ചു ചേർത്തു പടുക്കും പടുതയെന്തേ ഇക്കുറി വല്ലായ്മയാർന്നു പോയി ഭിത്തിയുറയ്ക്കുന്നീലൊന്നുകൊണ്ടും. കല്ലുകൾ മാറ്റിപ്പടുത്തു നോക്കി കയ്യുകൾ മാറിപ്പണിഞ്ഞു നോക്കി. ചാന്തുകൾ മാറ്റിക്കുഴച്ചു നോക്കി ചാർത്തുകളൊക്കെയും മാറ്റി നോക്കി. തെറ്റിയതെന്താണെന്നെവിടെയാവോ ഭിത്തിയുറയ്ക്കുന്നീലൊന്നുകൊണ്ടും. എന്താണു പോംവഴി എന്നൊരൊറ്റ ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കെ വെളിപാടുകൊണ്ടാരോ ചൊല്ലിയത്രേ അധികാരമുള്ളോരതേറ്റു ചൊല്ലി. 9 വധുക്കളെന്നാൽ ഒന്നിനെ ചേർത്തീ മതിൽ പടുത്താൽ ആ മതിൽ മണ്ണിൽ ഉറച്ചു നിൽക്കും. ആ ചന്ദ്രതാരം ഉയർന്നു നിൽക്കും. 9 പ്രിയവധുക്കൾ അൻപിയെന്നോരവരൊന്നുപോലെ. ക്രൂരമാമി ബലിക്കായതിൽ നിന്ന് ആരെയൊരുവളെ മാറ്റി നിർത്തും. കൂട്ടത്തിലേറ്റവും മൂപ്പെഴുന്നോൻ തെല്ലൊരൂറ്റത്തോടപ്പോൾ പറഞ്ഞുപോയി. ഇന്നുച്ച നേരത്തു കഞ്ഞിയുമായി വന്നെത്തിയിടുന്നവളാരുമാട്ടെ അവളെയും ചേർത്തി മതിൽ പടുക്കും. അവളിപ്പണിക്കാർത്തൻ മാനം കാക്കും. കഞ്ഞിക്കലവും തലയിലേന്തി കയ്യാലെ താങ്ങിപ്പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാട വരമ്പിലൂടെ മുന്നിലെ ചെന്തെങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്തു തുമ്പച്ചിരിയുമായി മണ്ടി കിതച്ചു വരുന്നതാരോ. മൂക്കിൻ്റെ തുമ്പത്തു തൂങ്ങി നിന്നു മുത്തുപോൽ ഞാത്തുപോൽ വേർപ്പു തുള്ളി. മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു. ഉച്ചയ്ക്കു കഞ്ഞിയും കൊണ്ടുപോരാൻ ഊഴം അവളുടേതായിരുന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറെ ഈറനാം കണ്ണു തുടച്ചുകൊണ്ടേ വൈവശ്യമൊക്കെ അകത്തു
ചേർത്തൊതുക്കി കൈവന്ന കയ്പും മധുരമാക്കി കൂടെ പൊറുത്ത പുരുഷനോടും കൂടപ്പിറപ്പുകളോടുമായി ഗദ്ഗദത്തോടു പൊരുതിടുമ്പോൾ അക്ഷരം ഓരോന്നുമൂന്നിയൂന്നി അന്ത്യമാം തന്നഭിലാഷമപ്പോൾ അഞ്ജലിപൂർവം അവൾ പറഞ്ഞു. ഭിത്തിയുറയ്ക്കാനി പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കു മുൻപെനിക്കൊന്നുണ്ട് ഒരൊറ്റയൊരാഗ്രഹം കേട്ടുകൊള്ളുവിൻ. കെട്ടിമറയ്ക്കൊല്ലൻ പാതി നെഞ്ചം കെട്ടിമറയ്ക്കൊല്ലേ എൻ്റെ കൈയും എൻ്റെ പൊന്നോമന കേണിടുമ്പോൾ എൻ്റെ അടുത്തേക്കു കൊണ്ടുപോരൂ. ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാനനുവദിക്കൂ. ഏതു കാറ്റുമെൻ പാട്ടുപാടുന്നു, ഏതു മണ്ണിലും ഞാൻ മടയ്ക്കുന്നു. മണ്ണളന്നു തിരിച്ചു കോൽ നാട്ടി മന്നരായി മതിച്ചവർക്കായി 9 കൽപ്പണിക്കാർ പടുത്ത വൻപി എന്നൊരാ കോട്ടതൻ മുന്നിൽ ഇന്നു കണ്ടേനാ പെണ്ണിൻ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം. എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമോലുന്നൊരാവലം കൈയും ഞെട്ടിൽ നിന്ന് പാൽത്തുള്ളികളൂറും മട്ടിലുള്ളൊരാ നഗ്നമാം മാറും കണ്ടുണർന്നെൻ്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു. കണ്ടുണർന്നെൻ്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു.